നമസ്കാരം. കാത്തിരിപ്പിനൊടുവിൽ നിലമ്പൂരിലെ വോട്ടർമാർ 19-ന് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. വീറും വാശിയും വിവാദങ്ങളും നിറഞ്ഞ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണത്തിന് വിരാമമിടുമ്പോൾ മുൻതൂക്കം ഇടതുപക്ഷത്തിന് തന്നെയാണ്. എന്തൊക്കെ ഫാക്ടറുകളാകും എം സ്വരാജിന് അനുകൂലമായി വരിക? ഇടതു തരംഗം ആളി പടരാതിരിക്കാൻ എന്തൊക്കെ വിക്രിയകളാകും വരും മണിക്കൂറിൽ സംഭവിക്കുക? ഷൗക്കത്തിനും PV അൻവറിനും അതുപോലെ തന്നെ മോഹൻ ജോർജിനും ഒക്കെ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? വിശദമായി തന്നെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കൊന്ന് പരിശോധിക്കാം. മലയോര മേഖലയായ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ പ്രധാനമായും ഉയർന്നു വരുന്നത് എന്താണ്? വന്യജീവി പ്രശ്നം തന്നെയാണ്. ഈ പ്രശ്നത്തിൽ ആരാണ് പ്രതിസ്ഥാനത്തുള്ളത്? UDF-ഉം BJP-യുമാണ്. 1972-ലെ വന്യജീവി സംരക്ഷണ നിയമം കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റ് ആണ്. തുടർന്ന് കേരളം ഭരിച്ച UDF സർക്കാരുകൾ ഈ നിയമം ഭേദഗതി ചെയ്യണമെന്ന് പോലും ഒരിക്കൽ പോലും ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നീടെത്തിയ കേന്ദ്ര സർക്കാരും നിയമത്തിൽ ഭേദഗതി ഒന്നും തന്നെ കൊണ്ടുവന്നില്ല. 14 വർഷത്തിനിടെ കേരളത്തിൽ മാത്രം വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് 1531 പേർക്കാണ്. ഇതിന് കാരണക്കാർ ആരാണെന്ന് ചോദിച്ചാൽ ഈ നിയമങ്ങൾ കൊണ്ടുവന്ന UPA സർക്കാരും NDA സർക്കാരുമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. ഉപദ്രവകാരികളായ വന്യമൃഗങ്ങളെ ക്ഷുദ്രജീവികളാക്കി പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്രത്തോട് കേരള നിയമസഭ പ്രമേയം പാസാക്കി നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ നടപടി ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ വിഷയത്തിൽ ഇവിടുന്ന് ജയിച്ചു പോയ UDF-ന്റെയും BJP-യുടെയും MP-മാരും കേന്ദ്രത്തിനോടൊപ്പം തന്നെ നിൽക്കുന്ന സമീപനമാണ് ഉണ്ടായത്. എന്നാൽ ഇടത് MP-മാർ സഭയിൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയിട്ടുള്ളത്. കാട്ടുപന്നിയെ പോലും ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. എന്നാൽ ഇതിനെതിരെ വന്യജീവി ആക്രമണം നേരിടുന്ന മണ്ഡലത്തിലെ MP-മാർ ഒരക്ഷരം മിണ്ടിയില്ല എന്നുള്ളത് വലിയ ഒരു വസ്തുത തന്നെയാണ്. വന്യജീവി ആക്രമണത്തിനെതിരെ ശക്തമായി പോരാടുമെന്ന് പറഞ്ഞുപോയ വയനാടിന്റെ MP പ്രിയങ്ക ഗാന്ധിയും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഒരക്ഷരം മിണ്ടാതെ മോദിയെ പിണക്കാതെ രാഹുൽ സ്വീകരിച്ച നിലപാട് തന്നെ സഭയിൽ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൃഷിനാശം വരുത്തുന്ന പന്നികളെ വെടിവെച്ചു കൊല്ലാൻ ഒരു പന്നിക്ക് 3500 രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് സംസ്ഥാന സർക്കാർ പഞ്ചായത്തുകൾക്ക് നിലവിൽ നൽകിയിട്ടുള്ളതാണ്. എന്നാൽ UDF ഭരിക്കുന്ന പഞ്ചായത്തുകളാകട്ടെ ഇത് നടപ്പിലാക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. വന്യജീവി ആക്രമണങ്ങൾ പെരുകുമ്പോഴും അത് സംസ്ഥാന സർക്കാരിന്റെ തലയിൽ വെച്ച് കെട്ടി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നതിനുള്ള അതിനു വേണ്ടിയുള്ള ഒരു തന്ത്രമായിട്ടാണ് അതിനെ UDF ഭരിക്കുന്ന പഞ്ചായത്തുകൾ കാണുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ പറഞ്ഞത്: ജീവന് ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ വേട്ടയാടാൻ അനുമതി വേണമെന്ന്. എന്നാൽ കേന്ദ്രം അതും കേട്ടില്ല. മാത്രവുമല്ല, മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഏകോപനം ഉറപ്പാക്കിയുള്ള നടപടിക്ക് കേന്ദ്ര നിലപാട് വിഘാതം സൃഷ്ടിക്കുകയാണ്. സംസ്ഥാനങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാര വിഹിതം നൽകാനോ മാത്രവുമല്ല വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്താനോ ഒന്നും തന്നെ കേന്ദ്രം ഇതിനോടകം തന്നെ തയ്യാറായിട്ടേയില്ല, തയ്യാറാകുന്നുമില്ല. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനാണ് കേരളം 10 മിഷൻ അവതരിപ്പിച്ചത്. കൃത്യമായ പഠനം നടത്തി പരിഹാരം കണ്ടെത്താനുള്ള ഇടപെടലുകൾക്ക് സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ളവ ലഭിച്ചാൽ മാത്രമേ മിഷൻ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാകൂ എന്നുള്ളത് ഒരു കാര്യമാണ്. അതിനുവേണ്ടി 1000 കോടി രൂപയാണ് കേരളം ആവശ്യപ്പെട്ടത്. അതും കേന്ദ്ര സർക്കാർ നൽകിയില്ല. നിലമ്പൂരിൽ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ മലയോര ജനതയുടെ വോട്ട് അത് LDF സ്ഥാനാർത്ഥി M സ്വരാജിന് തന്നെ ലഭിച്ചേക്കാം. വന്യജീവി ആക്രമണം ഇനിയും സംഭവിക്കണമെന്നും ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടണമെന്നും ഒക്കെ മലയോര ജനത ഒരിക്കലും ആഗ്രഹിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഈ ഫാക്ടറുകൾ മലയോര ജനത മനസ്സിലാക്കിയാൽ അത് സ്വരാജിന് വോട്ടായി മാറുന്ന സാഹചര്യം ഉറപ്പായിട്ടും ഉണ്ടാകും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? കോൺഗ്രസ് ജമാഅത്ത് ഇസ്ലാമി വിവാദമാണ്. ഇതെങ്ങനെയാണ് സ്വരാജിന് വോട്ടായി മാറുന്നതെന്ന് ഒന്ന് പരിശോധിക്കാം. സംഘപരിവാർ സംഘടന പോലെ ഇസ്ലാമിനകത്തെ ഒരു സംഘപരിവാറാണ് ജമാഅത്ത് ഇസ്ലാമി. ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയാണ് സതീശൻ പരസ്യമായി സ്വീകരിച്ചത്, ഒരലങ്കാരമാക്കി എടുത്തത്. മാത്രവുമല്ല, ജമാഅത്ത് ഇസ്ലാമി ഉന്നയിക്കുന്നത് മതരാഷ്ട്രവാദമല്ല എന്ന് പറയാനും സതീശൻ സമയം കണ്ടെത്തി. ഈ വിഷയത്തിൽ കോൺഗ്രസും ലീഗും 2 തട്ടിലാണ്. ലീഗിലെ ചില നേതാക്കളുടെ പ്രതികരണം ഞാനൊന്ന് പറയാം. ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ മുസ്ലിം ലീഗ് നേതാക്കൾ ഉന്നയിച്ച വിമർശനങ്ങളിലൊന്നും തന്നെ ഇപ്പോഴും മായം ചേർന്നിട്ടില്ല എന്നാണ് MK മുനീർ എന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രതികരിക്കുന്നത് കണ്ടത്. ജമാഅത്ത് ഇസ്ലാമിയുമായി ഏത് തരത്തിലുള്ള പ്രത്യയശാസ്ത്രപരമായ വ്യത്യാസമാണോ മുസ്ലിം ലീഗ് പറഞ്ഞിട്ടുള്ളത് അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നാണ് KM ഷാജിയും ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് പ്രതികരിച്ചത്. ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പരാമർശത്തെ കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴാണ് അതിനെ തള്ളിക്കൊണ്ട് ഇങ്ങനെ ഇവർ പ്രതികരണം രേഖപ്പെടുത്തിയത്. എന്നാൽ ഈ വിഷയത്തിൽ ഷൗക്കത്ത് ഒരു നിലപാടും ഈ സമയം വരെ വ്യക്തമാക്കിയിട്ടില്ല, ഉരുണ്ട് കളിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് ബന്ധത്തെ പറ്റി പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണം എന്താണെന്ന്
CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് ചോദിച്ചിട്ടും പ്രിയങ്ക ഇന്നലെ പ്രചാരണത്തിന് വന്നിട്ടും മാധ്യമങ്ങളിൽ ചോദ്യം ചോദിച്ചിട്ടും ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ജമാഅത്ത് ഇസ്ലാമി കോൺഗ്രസ് കൂട്ടുകെട്ട് നിലമ്പൂരിൽ ഷൗക്കത്തിന് വലിയ ക്ഷീണമുണ്ടാക്കും. വർഗീയതയ്ക്ക് ചൂട്ടുപിടിക്കുന്ന സംഘടനകളുമായി കൈകോർക്കുന്ന UDF-നെതിരെ പ്രതികൂല വികാരമാകും നിലമ്പൂരിൽ ആഞ്ഞടിക്കുക. ഇവിടെയാണ് സ്വരാജിന്റെ നിലപാടുകൾ വോട്ടർമാരെ സ്വാധീനിക്കുക. ഒരു വർഗീയ ശക്തികളുടെയും മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നവരുടെയും വോട്ട് എനിക്ക് വേണ്ട എന്നാണ് സ്വരാജ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് പ്രതികരിച്ചത്. സംഘപരിവാർ ഫാസിസ്റ്റ് വർഗീയ ശക്തികൾക്കെതിരെ ശക്തമായി നിലപാട് സ്വീകരിക്കുന്ന LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ തിളക്കമാർന്ന നിലപാടാണ് ഈ വിഷയത്തിലും നമുക്കൊക്കെ കാണാൻ കഴിഞ്ഞത്. മൂന്നാമത്തെ കാര്യം, സതീശനിറക്കിയ വർഗീയ ചീട്ടുകൾ ഷൗക്കത്തിന് ക്ഷീണമാകും എന്നുള്ളതാണ്. ഹിന്ദു ദിനപത്രത്തിലെ വ്യാജ വാർത്ത പൊക്കിപ്പിടിച്ച് നിലമ്പൂരിൽ ഒരു വിഭാഗത്തെ ഇളക്കാൻ സതീശനും UDF നടത്തിയ നീക്കം വലിയ തിരിച്ചടി ഉണ്ടാക്കും. അത് സ്വരാജിന് എങ്ങനെ നേട്ടമാകുമെന്ന് കൂടി പറയാം. മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ലക്ഷ്യമിട്ട് സതീശൻ നടത്തിയ വ്യാജ പ്രചരണവും അതിന്റെ വസ്തുതകളും ഒന്ന് ചുരുക്കി പറയാം. ദ ഹിന്ദു ദിനപത്രത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖം പ്രസിദ്ധീകരിക്കുകയാണ്. ആ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറയാത്ത ചില വർഗീയ പരാമർശങ്ങൾ മലപ്പുറത്തിനെതിരെ എഴുതി പിടിപ്പിക്കുകയാണ് ദ ഹിന്ദു ദിനപത്രം. പിന്നീട് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു വിശദീകരണം തേടുന്നുണ്ട്. അങ്ങനെ വിശദീകരണം തേടിയതോടുകൂടി തന്നെ ഹിന്ദു ദിനപത്രം വ്യാജ വാർത്ത തിരുത്തുകയാണ്. മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും അവർക്ക് സംഭവിച്ച പിഴവാണെന്നും ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും ദ ഹിന്ദു ദിനപത്രത്തിന്റെ ആദ്യ പേജിൽ തന്നെ അവർ പ്രസിദ്ധീകരിക്കുന്നുമുണ്ട്. എന്നാൽ ഈ വസ്തുതകളെല്ലാം തന്നെ മറച്ചു വെച്ചുകൊണ്ടാണ് മലപ്പുറം ജനതയെ അപമാനിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമം നടത്തി, വർഗീയ പരാമർശങ്ങൾ നടത്തി എന്ന രീതിയിൽ സതീശന്റെ പ്രചാരണം. വസ്തുതകൾ പുറത്തു വന്നതോടെ സതീശന്റെ നീക്കം വർഗീയ ചേരിതിരിവുണ്ടാക്കി വോട്ട് ബാങ്ക് രാഷ്ട്രീയമായിരുന്നു എന്ന് തുറന്നു കാണിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നന്നായി തന്നെ ഈ സമയത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ വിവാദം സതീശനും കോൺഗ്രസിനും വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയത്. വലിയ അപകടത്തിലേക്കാണ് ഇവരെ കൊണ്ടുപോയി എത്തിച്ചത്. ദ ഹിന്ദു ദിനപത്രത്തിലെ വ്യാജ വാർത്ത പൊക്കിപ്പിടിച്ച് മലപ്പുറത്തെ അപമാനിക്കുന്നു എന്ന് പറയുന്നവർ ജില്ലയുടെ രൂപീകരണം എതിർത്ത പാർട്ടിയാണ് എന്ന വസ്തുത കൂടി ആളുകൾ ചർച്ച ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ജനസംഘവും കോൺഗ്രസും മറുവശത്ത്. മലപ്പുറം വിരുദ്ധ സമിതി രൂപീകരിച്ചുകൊണ്ട് അന്ന് ആര്യാട മുഹമ്മദ് ആണ് അതിന് നേതൃത്വം നൽകിയിരുന്നത്. ആര്യാടന്റെ മകനാണ് ഇന്ന് UDF-ന്റെ സ്ഥാനാർത്ഥി. അന്ന് സത്യാഗ്രഹം ആര്യാടൻ അനുഷ്ഠിക്കുന്നുണ്ട്. മിനി പാകിസ്ഥാൻ എന്ന മുദ്രാവാക്യം ആദ്യമായി കേൾക്കുന്നത് അവിടെ നിന്നാണ്. നമ്മൾ അവിടെ നിന്ന് അത് മാത്രമല്ല കേൾക്കുന്നത്, പാകിസ്ഥാന്റെ നാവികപ്പട തിരൂരിൽ വന്ന് ലാൻഡ് ചെയ്യുമെന്ന് ഇവരൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ജനസംഘത്തെയും കോൺഗ്രസിനെയും തള്ളിക്കൊണ്ട് EMS മന്ത്രിസഭയിൽ, അതായത് സപ്തകക്ഷി മുന്നണിയിൽ, അതായത് CPM-ഉം CPI-യും അതുപോലെ തന്നെ ലീഗും ഉൾപ്പെട്ട മുന്നണി മലപ്പുറം വിരുദ്ധ സമിതിയെ തള്ളിക്കൊണ്ട് മലപ്പുറം രൂപീകരണം സാധ്യമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലീഗിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ളത് കോൺഗ്രസ് ആണ്. ലീഗിനെ ചത്തകുതിര എന്ന് വിശേഷിപ്പിച്ച ജവഹർലാൽ നെഹ്റു ആണ്. ഇതൊക്കെ ചർച്ച ചെയ്യാൻ ഇടയാക്കിയത് ഹിന്ദു ദിനപത്രത്തിലെ ആ വ്യാജ വാർത്ത പൊക്കിപ്പിടിച്ച് നടന്നതാണ്. ഇത്തരം പഴയകാല സംഭവങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടുപോയത് അങ്ങനെയാണ്. കോൺഗ്രസിന്റെ എടുത്തുചാട്ടവും വെപ്രാളവും LDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് സഹായകമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഈ വിഷയത്തിൽ. നാലാമത്തെ കാര്യം, പെൻഷനെ അപമാനിച്ച് അധിക്ഷേപിച്ച് UDF നടത്തിയ പരാമർശങ്ങളൊക്കെയാണ്. ഇതെങ്ങനെ സ്വരാജിന് നേട്ടമാകുമെന്ന് നോക്കാം. ക്ഷേമ പെൻഷനെതിരായ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രസ്താവന വലിയ ചർച്ചയ്ക്കൊക്കെ വഴിവെച്ചിരുന്നു. അതായത് തെരഞ്ഞെടുപ്പ് കാലത്തെ കൈക്കൂലിയാണ് ക്ഷേമ പെൻഷൻ എന്നായിരുന്നു KC വേണുഗോപാലിന്റെ പ്രസ്താവന. ഇതിനെതിരെ CPIM നേതാക്കളൊക്കെ ആഞ്ഞടിച്ച് രംഗത്തെത്തി. തുടർന്ന് UDF കാലത്തെയും LDF കാലത്തെയും പെൻഷനുകളെ പറ്റിയുള്ള ചർച്ചകളൊക്കെ ഉടലെടുത്തു. ഇതോടെ UDF പൂർണ്ണമായും വെട്ടിലായി. 2011 മുതൽ 2016 വരെയുള്ള UDF-ന്റെ ദുർഭരണ കാലത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശികയൊന്നും വന്നിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഗിമ്മിക്ക് പരിപാടി UDF നടത്തിയത്. പക്ഷേ ചർച്ച ചെയ്യപ്പെട്ടത് LDF-ന്റെ കാലത്തെ പെൻഷൻ വർധനവിനെ പറ്റിയാണ്. 45 രൂപ ക്ഷേമ പെൻഷൻ ആദ്യമായി കൊണ്ടുവന്നത് 1980-ലെ നയനാർ സർക്കാരാണ്. 82 മുതൽ 87 വരെ ഭരിച്ച കരുണാകരൻ 1 രൂപ പോലും കൂട്ടിയില്ല. 87 മുതൽ 91 വരെ ഭരിച്ച നയനാർ സർക്കാരാണ് പിന്നീട് പെൻഷൻ 60 രൂപയാക്കുന്നത്. 91 മുതൽ 96 വരെ ഭരിച്ച കരുണാകരനോ ആന്റണിയോ 1 രൂപ പോലും കൂട്ടിയില്ല. 96 മുതൽ 2001 വരെ ഭരിച്ച നയനാർ സർക്കാർ ക്ഷേമ പെൻഷൻ 120 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നാൽ 2001 മുതൽ 2016 വരെ ഭരിച്ച ആന്റണിയോ ഉമ്മൻചാണ്ടിയോ 1 രൂപ പോലും വർദ്ധിപ്പിക്കുന്നില്ല. 28 മാസം കുടിശ്ശികമാക്കുന്നുണ്ട്. 2006 മുതൽ 2011 വരെ ഭരിച്ച അച്യുതാനന്ദൻ സർക്കാരാണ് 28 മാസത്തെ കുടിശ്ശിക നൽകിക്കൊണ്ട് പെൻഷൻ 500 രൂപയാക്കിയിട്ട് വർദ്ധിപ്പിക്കുന്നത്. 2011 മുതൽ 16 വരെ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്നുണ്ടെങ്കിൽ അവസാനം 100 രൂപ വർദ്ധിപ്പിക്കുന്നുണ്ട്. 18 മാസം കുടിശ്ശികയുമാക്കി ആണ് ഇറങ്ങുന്നത്. 2014 വന്ന പിണറായി സർക്കാരാണ്
പെൻഷൻ 1600 രൂപയാക്കിയിട്ട് വർദ്ധിപ്പിക്കുന്നത്. ഉമ്മൻചാണ്ടി നൽകേണ്ടിയിരുന്ന 18 മാസത്തെ കുടിശ്ശിക നൽകി പെൻഷൻ 2500 രൂപ ആക്കാനുള്ള ശ്രമമാണ് പിന്നീട് നടത്തിയത്. ഈ വസ്തുതകളൊക്കെ ജനമധ്യത്തിൽ എത്തിയതോടെ UDF-ന്റെ ഒരു വ്യാജ വീഡിയോയുമായി രംഗത്തിറങ്ങി ചില യൂത്തന്മാർ. അതും തിരിഞ്ഞു കുത്തുന്ന സാഹചര്യം ഉണ്ടായി. ഷാഫി പറമ്പിലും വിഷ്ണുനാഥുമായിരുന്നു നാടകത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. UDF ഭരണകാലത്ത് 1200 രൂപ മുതൽ 1500 രൂപ വരെ പെൻഷൻ കൊടുത്തിരുന്നു എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇവരൊക്കെ നടത്തിയത്. പക്ഷേ വീഡിയോ മൊത്തത്തിൽ പണിപാളി. പക്ഷേ എങ്ങനെയാണ് അത് പണിപാളുന്ന അവസ്ഥയിലേക്ക് മാറിയതെന്ന് ചോദിച്ചാൽ പ്രകടന പത്രികയാണ് ഇവർക്ക് പണി കൊടുത്തത്. 1200 രൂപ കൊടുത്തിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് UDF പ്രകടന പത്രികയിൽ പെൻഷൻ 1000 രൂപയാക്കുമെന്ന് പ്രഖ്യാപിച്ചതെന്ന് ജനം ഇവർക്കെതിരെ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നു. പിന്നീട് ഇരുവരും മാളത്തിൽ കയറി വീഡിയോ മുക്കി. ഇതുവരെ പെൻഷന് മാത്രം 72,000 കോടി രൂപയാണ് LDF ചിലവഴിച്ചിട്ടുള്ളത്. ഉമ്മൻചാണ്ടി സർക്കാർ 32 ലക്ഷം ആളുകൾക്ക് പെൻഷൻ നൽകുമെന്ന് പറഞ്ഞു വഞ്ചിച്ചപ്പോൾ 62 ലക്ഷം ആളുകൾക്കാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും LDF സർക്കാർ കുടിശ്ശിക വന്നിട്ടുണ്ടെങ്കിൽ പോലും കുടിശ്ശിക അടക്കം കൊടുത്തു തീർത്തുകൊണ്ട് സർക്കാർ കൊടുത്ത വാഗ്ദാനം നിറവേറ്റിയത്. എല്ലാ മാസവും പെൻഷൻ വാങ്ങുന്ന ആളുകൾ വീഡിയോക്കെതിരെ രംഗത്ത് വന്നതോടുകൂടി തന്നെ വലിയ വിമർശനങ്ങൾ അവരൊക്കെ ഉന്നയിക്കാൻ തുടങ്ങിയതോടുകൂടി തന്നെ UDF ആ ഒരു വിഭാഗത്തിൽ നിന്ന് പയ്യെ അങ്ങ് വഴുതി മാറി. പെൻഷൻ ചർച്ചയായതും സ്വരാജിന് ഇങ്ങനെയാണ് നേട്ടമാകാൻ പോകുന്നത്. ഈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ജൂൺ 20 മുതൽ വിതരണം ചെയ്യുകയാണ്. 62 ലക്ഷത്തോളം പേർക്ക് പ്രതിമാസം 1600 രൂപ വെച്ചാണ് പെൻഷനായിട്ട് ലഭിക്കുന്നത്. ഈ സർക്കാരിന്റെ 4 വർഷത്തെ മാത്രം കാലയളവ് എടുത്ത് പരിശോധിച്ചാൽ 38,500 കോടി രൂപയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനായിട്ട് നൽകിയിട്ടുള്ളത്. 2016 മുതൽ 21 വരെയുള്ള LDF സർക്കാരിന്റെ കാലത്താകട്ടെ UDF ഭരണകാലത്തെ 18 മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ 35,154 കോടി രൂപയാണ് ക്ഷേമ പെൻഷനായി വിതരണം ചെയ്തത്. അതായത് 9 വർഷം കൊണ്ട് 1ഉം 2ഉം പിണറായി സർക്കാരുകൾ ക്ഷേമ പെൻഷനായി നൽകിയത് 73,654 കോടി രൂപയാണ്. 2011 മുതൽ 16 വരെയുള്ള UDF സർക്കാരിന്റെ കാലത്ത് ക്ഷേമ പെൻഷനായി ആകെ നൽകിയത് വെറും 9,011 രൂപ മാത്രമാണ്. അതായത് കേന്ദ്ര സർക്കാർ കേരളത്തിനുമേൽ ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധത്തിലും സാധാരണക്കാരുടെ ക്ഷേമ പെൻഷനുകളിൽ അതീവ ശ്രദ്ധയോടെയുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാനിപ്പോ ഈ പറഞ്ഞ സംഭവം. മാത്രമല്ല ഇതിനു പുറമെ ലൈഫ് മിഷൻ പിരിച്ചുവിടാൻ UDF, അതുപോലെ തന്നെ ആർദ്രം പദ്ധതി തടയാൻ UDF, ഹരിത കേരളം തകർക്കാൻ UDF, പെൻഷൻ തടയാൻ UDF, തുരങ്കപാത തടയാൻ UDF, ദേശീയപാത എതിർക്കാൻ UDF, പവർ കട്ട് തിരികെ വരുത്താൻ UDF, സ്കൂളുകൾ പൂട്ടാൻ UDF, പാഠപുസ്തകം വൈകാൻ UDF. ഇതൊക്കെ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതൊക്കെ ചർച്ചയായിട്ടുണ്ടെങ്കിൽ ക്ഷീണമുണ്ടാക്കുക അത് ഷൗക്കത്തിനും അൻവറിനും മോഹൻ ജോർജിനും തന്നെയാകും. ഇതൊക്കെ നേട്ടമുണ്ടാക്കുക നമ്മുടെ സ്വരാജുമായിരിക്കും. ഇതിനു പുറമെ വിഴിഞ്ഞം പദ്ധതി അടക്കമുള്ള വികസനങ്ങളും ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വ്യവസായ രംഗത്തും ടൂറിസം രംഗത്തും എന്ന് വേണ്ട എല്ലാ മേഖലകളിലും രാജ്യത്ത് തന്നെ ഒന്നാമതായിട്ട് കേരളം മാറിയതിനെ പറ്റിയും ഒക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതൊക്കെ സ്വരാജിന് വോട്ടായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കം മണ്ഡലത്തിൽ പ്രചാരണ രംഗത്ത് സജീവമായിരുന്നതും സ്വരാജിന് വലിയ ഗുണം ചെയ്യും. ഒപ്പം പാർട്ടി ചിഹ്നത്തിലാണ് സ്വരാജ് മത്സരിക്കുന്നത്. ഷൗക്കത്ത് ക്യാമ്പിൽ ഗ്രൂപ്പ് തർക്കവും പ്രശ്നങ്ങളും പ്രചാരണത്തെ പിന്നോട്ട് വലിക്കുമ്പോൾ നിലമ്പൂരിൽ ഒറ്റക്കെട്ടായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വരാജിന് വേണ്ടി വോട്ട് ചോദിക്കാൻ കളത്തിലിറങ്ങിയത്. കൂടാതെ മരണത്തെ പോലും രാഷ്ട്രീയവൽക്കരിച്ച് സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കാൻ UDF നേതാക്കൾ നടത്തിയ ശ്രമങ്ങളും നിലമ്പൂർ ജനതയ്ക്ക് UDF എന്ന മരണ വ്യാപാരികളെ തിരിച്ചറിയാൻ സഹായകമായി. ഒപ്പം ആര്യാട മുഹമ്മദിന്റെ കാലത്തെ പല സംഭവങ്ങളും ഒക്കെ ആ സമയത്ത് ചർച്ച ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായി. വഴിക്കടവിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി അനന്തുവിന്റെ മരണം പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് ആയിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. KCBയുടെ വൈദ്യുതി ലൈനിൽ നിന്ന് നിയമവിരുദ്ധമായിട്ട് വൈദ്യുതി മോഷ്ടിച്ച് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിട്ടുള്ള വിനീഷ് ഒരുക്കിയ പന്നിക്കണിയിൽ നിന്നാണ് 15-കാരനായിട്ടുള്ള അനന്തുവിന് ഷോക്കേൽക്കുന്നതും ജീവൻ നഷ്ടപ്പെടുന്നതും. എന്നാൽ പ്രതിയുടെ രാഷ്ട്രീയം പുറത്തറിയാതിരിക്കാൻ വേണ്ടി ജ്യോതികുമാർ ചാമക്കാലയുടെ നേതൃത്വത്തിൽ രാത്രി റോഡ് ഉപരോധിക്കുന്നുണ്ട്. ഒരു പ്രഹസന സമരം നടത്തുന്നു, നമ്മളൊക്കെ കണ്ടതാണ്. തുടർന്ന് ചിരിച്ച് കളിച്ചിരിക്കുന്ന UDF സമരക്കാരുടെ ഒരു ചിത്രവും ചാമക്കാല ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കോൺഗ്രസുകാരുടെ ചിരിയും കളിയും വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചതോടെ അമളി മനസ്സിലാക്കിയ ജ്യോതികുമാർ ചാമക്കാല പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും ഒന്നും അവസാനിക്കുന്നില്ല. ആര്യാടൻ ഷൗക്കത്ത് നടത്തിയ ഒരു പ്രതികരണമാണ് പിന്നീട് UDF-നെ വെട്ടിലാക്കുന്നത്. സർക്കാരിന്റെ സ്പോൺസേഡ് മർഡർ എന്നാണ് UDF സ്ഥാനാർത്ഥി മരണത്തെ വിശേഷിപ്പിച്ചത്. പ്രതി കോൺഗ്രസുകാരനാണെന്നും പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിക്ക് വഴിക്കടവ് പഞ്ചായത്തിലെ ഷൗക്കത്തിന്റെ വലങ്കൈയായിട്ടുള്ള വൈസ് പ്രസിഡന്റ് ആയിട്ട് നല്ല ചങ്ങാത്തമുണ്ട് എന്നുള്ള കാര്യമൊക്കെ പുറത്തറിഞ്ഞതോടെ മരണത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് അനന്തുവിന്റെ കുടുംബവും അതുപോലെ തന്നെ CPM-ഉം ആവശ്യപ്പെട്ടതോടുകൂടി തന്നെ UDF വലിയ പടൽപ്പെടുകയാണ്. തുടർന്ന് കുടുംബത്തെ സന്ദർശിക്കാനെത്തിയ VD സതീശനും VS ജോയിയും ബിന്ദുവും അടക്കമുള്ള സംഘം കളിച്ചു ചിരിച്ച് അങ്ങോട്ടേക്ക് പോകുന്ന വീഡിയോ കൂടി പ്രചരിക്കാൻ തുടങ്ങിയതോടെ നിലമ്പൂർ ജനത ഷൗക്കത്തിനെ ജയിപ്പിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന അധാർമിക രാഷ്ട്രീയ പ്രവർത്തനത്തിന് എതിരെ രംഗത്തെത്തുന്ന സാഹചര്യവും ഉണ്ടായി.
ഈ വിഷയത്തിൽ പക്വതയോടെ ഇടപെട്ട എം സ്വരാജിനെ ഉയർത്തിക്കാട്ടിയാണ് UDF-ന് ജനം മറുപടി കൊടുത്തത്. അതായത് കുടുംബത്തെ ആശ്വസിപ്പിച്ചും ഒപ്പം ഈ വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തരുത് എന്ന മാധ്യമങ്ങളിലൂടെ ആവശ്യപ്പെട്ടും സ്വരാജ് നടത്തിയ ഇടപെടലുകൾ വളരെ മാതൃകാപരമാണ്. ഒപ്പം ആര്യാടൻ മുഹമ്മദിന്റെ കാലത്ത് ഷോക്കേറ്റ് മരിച്ച ആളുകളുടെ മരണകാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി. ആ സമയത്ത് പ്രതിപക്ഷത്തിലിരുന്ന ഇടതുപക്ഷം സർക്കാരിന്റെ സ്പോൺസേഡ് മർഡർ എന്നൊന്നും പറഞ്ഞ് മരണത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞതോടുകൂടി തന്നെ കോൺഗ്രസിന്റെ ആ നീക്കവും മൊത്തത്തിൽ നാണക്കേട് സൃഷ്ടിച്ചു. പിന്നീട് എം സ്വരാജിനെതിരെ സൂസിമാരി ഇറക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞ് നടത്തിയ നാടകവും യഥാർത്ഥ ആശമാർ പൊളിച്ചതോടെ UDF സ്ഥാനാർത്ഥിക്ക് വമ്പൻ ക്ഷീണമാണ് ഉണ്ടാക്കിയത്. യഥാർത്ഥ ആശമാർ സ്വരാജിനൊപ്പം അണിനിരന്നപ്പോൾ സൂസിമാരുടെ സമരം എന്തിനു വേണ്ടിയെന്ന ചോദ്യവും അവിടെ ചർച്ച ചെയ്യപ്പെട്ടു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം മേടിക്കുന്ന ആശമാർ കേരളത്തിലാണ് ഉള്ളത് എന്നിരിക്കെ പിന്നെ എന്തിനാണ് സൂസിമാർ ഇത്തരത്തിലൊരു സമരം നടത്തുന്നത് എന്ന് പൊതുജനങ്ങൾ ചോദിക്കാൻ തുടങ്ങി. സമരം വെറും രാഷ്ട്രീയ നാടകമാണെന്ന് തിരിച്ചറിയാനും ഈ സന്ദർഭം ഉപകരിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യം. ഒടുവിൽ മണ്ഡലത്തിൽ ഉയർന്നു കേട്ടത് പെട്ടി വിവാദമായിരുന്നു. കോൺഗ്രസ് MP ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യും സഞ്ചരിച്ച വാഹനം തടഞ്ഞു നിർത്തിക്കൊണ്ട് പരിശോധിക്കുകയായിരുന്നു ഈ പറയുന്ന അന്വേഷണ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരാണ് വാഹന പരിശോധനയൊക്കെ നടത്തിയത്. സ്വാഭാവികമായും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ആ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും ഒക്കെ വാഹനങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഇങ്ങനെ ഇലക്ഷൻ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ സ്ഥിരമായി നടക്കുന്ന ഒരു സംഭവമാണ്. എല്ലാവരും സഹകരിക്കുന്നുമുണ്ട്. എന്നാൽ UDF-ന്റെ വാഹനങ്ങൾ മാത്രം ടാർഗറ്റ് ചെയ്ത് പരിശോധിക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കാനാണ് UDF നേതാക്കൾ ശ്രമം നടത്തിയത്. എന്നാൽ മന്ത്രിമാരുടെ അടക്കം വാഹനങ്ങൾ പരിശോധിക്കുന്ന വീഡിയോകൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരാൻ തുടങ്ങിയതോടുകൂടി തന്നെ ആ ശ്രമവും പാളുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മൊത്തത്തിൽ സ്വരാജിന്റെ വിജയം ഉറപ്പിച്ച UDF ക്യാമ്പ് എടുത്തുചാടി ചെയ്തതെല്ലാം LDF-ന് ഗുണമായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. രാഹുൽ മാങ്കൂട്ടം തലയിൽ മുണ്ടിട്ട് PV അൻവറിനെ കാണാൻ പോയതും സതീശനെ പറ്റി PV അൻവർ പറഞ്ഞ സതീശനസവും തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുമ്പോഴും നഷ്ടം UDF-ന് തന്നെയാകും. UDF മുന്നണിയിൽ കയറിപ്പറ്റാൻ വേണ്ടിയാണ് PV അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ, അതായത് മുഖ്യമന്ത്രിക്കെതിരെ അതുപോലെ തന്നെ പാർട്ടിക്കെതിരെയൊക്കെ വ്യാജ പ്രചരണങ്ങൾ നടത്തിയതെന്ന് അൻവറിലൂടെ തന്നെ ജനങ്ങൾ മനസ്സിലാക്കിയതിലൂടെ നേട്ടം LDF-ന് തന്നെയാണ്. അൻവർ മത്സരിക്കാൻ ഇറങ്ങിയത് ഇടതുപക്ഷത്തിന് വലിയ നേട്ടമാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അൻവർ പിടിക്കുക UDF-ന്റെ വോട്ടുകളും BJP-യുടെ വോട്ടുകളുമായിരിക്കും. LDF അൻവറിനെ ചവിട്ടി പുറത്താക്കുമ്പോൾ ഒരൊറ്റ പ്രവർത്തകൻ പോലും അൻവറിനൊപ്പം പോകാതിരുന്നത് LDF-ന് വലിയ പ്രതീക്ഷയാണ് നൽകിയിട്ടുള്ളത്. അത് ഈ ഇലക്ഷനിലും ഇരട്ടി ശക്തി നൽകുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഒപ്പം പാർട്ടി ചിഹ്നത്തിലാണ് സ്വരാജ് അവിടെ മത്സരിക്കുന്നത്. സ്വരാജിനെ പോലെ ഒരാൾ സ്ഥാനാർത്ഥിയായി വന്നതും സഖാക്കൾക്കിടയിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി കഴിഞ്ഞ കാലത്തെ വോട്ട് പരിശോധിച്ചാൽ 2021 81,227 വോട്ട്, അതായത് 46.9% വോട്ടാണ് ഇടത് സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി മണ്ഡലത്തിൽ LDF നേടിയത്. 2016 തെരഞ്ഞെടുപ്പിൽ 47.91% വോട്ട് LDF-ന് കിട്ടിയിരുന്നു. ഇക്കുറി ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി ഈ ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന് ഏറ്റവും കരുത്തനായ ഒരു നേതാവിനെ ഇറക്കുമ്പോൾ ഒപ്പം നിലമ്പൂരിലെ വികസനങ്ങളും LDF-ന് വലിയ ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതായത് 5 വർഷത്തെ വികസന മുരടിപ്പിൽ നിന്ന് കഴിഞ്ഞ 9 വർഷത്തെ LDF ഭരണത്തിൽ 1,800 കോടി രൂപയുടെ പദ്ധതികളാണ് നിലമ്പൂരിന് അനുവദിച്ചിട്ടുള്ളത്. അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോകാം. പശ്ചാത്തല സേവന മേഖലകൾക്കെല്ലാം മികവേറുന്ന സാഹചര്യം. 15.25 കോടി രൂപ ചെലവിൽ മിനി സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കി. 23 സർക്കാർ വിദ്യാലയങ്ങളിൽ 41.31 കോടി രൂപ ചെലവിൽ മികവിലേക്ക് ഇപ്പോൾ അത് ഉയർന്നുകൊണ്ടിരിക്കുന്നു. വനാന്തരങ്ങളിലെ പ്രധാന ഗോത്ര നഗറുകളിൽ 4.92 കോടി രൂപ ചെലവിൽ വൈദ്യുതികളെത്തി. കായിക പ്രേമികളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന് നിലമ്പൂർ മാനനിവേദൻ സ്കൂളിൽ മിനി സ്റ്റേഡിയം എത്തി. നിലമ്പൂർ ITA ഹോസ്റ്റലുകൾ, ജില്ലാ ആശുപത്രി, നേത്രരോഗ ഡയാലിസിസ് വിഭാഗം എന്നിവിടങ്ങളിൽ സൗകര്യമൊക്കെ ഒരുക്കുന്ന സാഹചര്യമുണ്ടായി. ബ്ലഡ് ബാങ്ക് കെട്ടിടം പ്രവൃത്തി പൂർത്തിയാക്കി. 290 കോടി രൂപ ചെലവിൽ 23 റോഡുകൾ നിർമ്മിച്ചു നൽകി. എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാൻ ജൽജീവൻ മിഷൻ പദ്ധതിയിൽ 699.34 കോടി രൂപ ചെലവഴിച്ചു. 81.80 കോടി രൂപ ചെലവിൽ 10 പ്രധാന പാലങ്ങൾ അവിടെ നിർമ്മിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പൈലറ്റ് പദ്ധതിയായിട്ടുള്ള മലയോര ഹൈവേ നിർമ്മാണത്തിന് 165 കോടി രൂപ അനുവദിച്ചു. മണ്ഡലത്തിലെ 2323 കുടുംബങ്ങൾക്ക് ലൈഫ് മിഷൻ വീടുകൾ അനുവദിക്കുന്ന സാഹചര്യമുണ്ടായി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 4496 കുടുംബങ്ങൾക്ക് 7,55,36,300 രൂപ അനുവദിച്ചു. പ്രളയ ദുരന്തത്തിൽപ്പെട്ടവർക്ക് 154.76 കോടി രൂപ അനുവദിച്ചു. അടിസ്ഥാന വികസന പദ്ധതികൾക്കായിട്ട് 39.80 കോടി രൂപ അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായി. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ 16 കോടി രൂപ ചെലവഴിച്ചു. നിലമ്പൂർ കനോലി ബയോ പാർക്ക് ടൂറിസം ഹബ്ബ് ആദ്യഘട്ടം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. 2 കോടി രൂപ ചെലവിൽ ടൂറിസം പ്രൊജക്ട് നടപ്പാക്കുകയാണ്. ദേശീയ നിലവാരത്തിൽ 16 കോടി CSR ഫണ്ട് ഉപയോഗിച്ച് ചന്തക്കുന്ന് നെടുങ്കയം റോഡ് പൂർത്തീകരിച്ചു. നിലമ്പൂർ പൊതുമരാമത്ത് വകുപ്പ് കെട്ടിടം നവീകരിച്ചു. ഗോത്ര മേഖലയിൽ ഉൾപ്പെടെ 800-ലധികം കുടുംബങ്ങൾക്ക്
ഉദ്യോഗസ്ഥർക്ക് പട്ടയം നൽകി നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണത്തിന് 227.18 കോടി രൂപയുടെ ഭരണാനുമതി ആയിരിക്കുന്നു. ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ എം സ്വരാജ് വലിയൊരു ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി നമുക്ക് മാധ്യമങ്ങളിലേക്ക് കൂടി ഒന്ന് വന്നു പോവാം. ജമാഅത്ത് ഇസ്ലാമി കോൺഗ്രസ് ചങ്ങാത്തം പരസ്യമായതോടെ ഇടതുപക്ഷത്തിനെതിരെ മാധ്യമവും അതുപോലെ തന്നെ മീഡിയ വണ്ണും വ്യാജ വാർത്തകളും കുത്തിത്തിരിപ്പുകളും ഒക്കെ ആയിട്ട് നിലമ്പൂരിന്റെ കളത്തിലുണ്ട്. പോരാത്തത് മനോരമ അടക്കമുള്ള വലതുപക്ഷ മാധ്യമങ്ങളും ഷൗക്കത്തിനെ ജയിപ്പിക്കാൻ കിടഞ്ഞു പരിശ്രമം നടത്തുകയാണ്. ക്യാപ്സ്യൂളുകൾ ഇറക്കി മണ്ഡലത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു പുറമെയാണ് മറുനാടനെ പോലുള്ള ചില വിഷവിത്തുക്കളും. ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മാധ്യമങ്ങളിലൂടെ, ശ്രദ്ധിക്കണം, മാധ്യമങ്ങളിലൂടെ എം സ്വരാജിനെതിരെ വമ്പൻ നുണക്കഥകൾ, വലിയൊരു വ്യാജ വാർത്ത ഒരുപക്ഷെ പുറത്തു വന്നേക്കാം. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. EP ജയരാജന്റെ പേരിലൊക്കെ നടത്തിയതുപോലുള്ള ഒരു വ്യാജ വാർത്ത ചിലപ്പോൾ പുറത്തു വിട്ടേക്കാം. 18ാമത്തെ അടവ് എന്ന രീതിയിൽ സ്വരാജിനെ നേരിടുന്നതിൽ പ്രതിപക്ഷം പരാജയപ്പെട്ട സ്ഥിതിക്ക് ഇനി മാധ്യമങ്ങളെ ഉപയോഗിച്ചാകും നീക്കം. അത്തരം നീക്കങ്ങൾ പൊളിച്ചടക്കി ഓരോ സഖാക്കളും നവമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നാൽ നിഷ്പ്രഭം ഒഴിവാക്കാം ഈ ഒരു അപകടത്തെയും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.